ഗെത്സമനിയിലെ നിശബ്ദമായ പ്രാർത്ഥന മുതൽ യൂദാസിന്റെ വഞ്ചനയും ഗാഗുൽത്തായിലേക്കുള്ള വേദന നിറഞ്ഞ കുരിശുയാത്രയും കടന്ന് മരണത്തെ പരാജയപ്പെടുത്തിയ ഉജ്ജ്വലമായ പുനരുത്ഥാനം വരെ നാം ഇവിടെ കാണുന്നു. ഇതാ മനുഷ്യകുലത്തോടുള്ള ദൈവത്തിന്റെ അതിരറ്റ സ്നേഹത്തിന്റെ ദൃശ്യാവിഷ്കാരം. ഹൃദയങ്ങൾ തുറന്ന് നമുക്ക് ഈ ദിവ്യബലിയിലേക്ക് നോക്കാം. ആ രാത്രി ലോകത്തിന്റെ പാപഭാരമെല്ലാം ചുമറ്റിലേറ്റാൻ തയ്യാറെടുക്കുന്ന ഒരു മനുഷ്യന്റെ വിലാപം ഗത്സമനിയിലെ കാറ്റിൽ മുഴങ്ങിക്കേട്ടു. തന്റെ പിതാവിനോട് അവൻ അതീവ ദുഃഖത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പിതാവിനോടുള്ള തന്റെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മുൻപിൽ തനിക്ക് വരാനിരിക്കുന്ന പീഡാസഹനത്തിന്റെയും മരണത്തിന്റെയും കൈപ്പേറിയ പാനപാത്രം തെളിഞ്ഞു നിന്നു. ആ കാഴ്ചയിൽ അവിടുത്തെ പരിശുദ്ധ ഹൃദയം നുറുങ്ങിപ്പോയി. ഒരൽപ്പം ആശ്വാസത്തിനായി അവിടുന്ന് തന്റെ ശിഷ്യന്മാരെ ഒന്ന് നോക്കി. പക്ഷേ അവർ ക്ഷീണം കൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണിരുന്നു. അത് കണ്ട യേശു പത്രോസിനോട് ഇങ്ങനെ ചോദിച്ചു: എന്നോട് കൂടെ 1 മണിക്കൂർ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിയില്ലേ? പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഇരുട്ടിന്റെ മറവിൽ 30 വെള്ളിക്കാശിനു വേണ്ടി തന്റെ ഗുരുവിനെ യൂദാസ് പടയാളികൾക്ക് കാണിച്ചു കൊടുത്തു. സ്നേഹത്തിന്റെ അടയാളമായ ഒരു ചുംബനം വഞ്ചനയുടെ ആയുധമായി മാറി. ദൈവപുത്രൻ ഒരു കുറ്റവാളിയെ പോലെ ബന്ധിക്കപ്പെട്ടു. പ്രകാശത്തിന്റെ ഉടയവൻ ഇരുട്ടിന്റെ പുത്രന്മാരാൽ പിടിക്കപ്പെട്ടു. വിധിവാചകം മുഴങ്ങിക്കഴിഞ്ഞു. ലോകത്തിന്റെ പാപങ്ങൾ മുഴുവൻ ഒരു മരക്കുരിശിന്റെ രൂപത്തിൽ അവന്റെ ചുമറ്റിലേറ്റപ്പെട്ടു. ചാട്ടവാറടിയേറ്റു പിളർന്ന ശരീരവും മുൾക്കിരീടം തറച്ചു നെറ്റിയുമായി അവൻ ഗാഗുൽത്തായിലേക്ക് നടന്നു. ഓരോ ചുവടിലും അവൻ തളർന്നു വീണു. എങ്കിലും മനുഷ്യകുലത്തോടുള്ള സ്നേഹം അവനെ വീണ്ടും എഴുന്നേൽക്കാൻ പ്രേരിപ്പിച്ചു. ആ വേദനയുടെ വഴിയിൽ അവൻ തനിച്ചായിരുന്നു. അവിടുന്ന് മുഖം കുത്തി നിലത്ത് വീഴുന്നു. ഭാരമുള്ള കുരിശ്, കൊടിയ മർദ്ദനങ്ങൾ, ചുറ്റിലുമുള്ള പരിഹാസങ്ങളും ആർപ്പുവിളികളും ഇവയെല്ലാം അവിടുത്തെ തിരുശരീരത്തെ വല്ലാതെ തളർത്തിയിരുന്നു. പക്ഷെ അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. മനുഷ്യകുലത്തെ രക്ഷിക്കുവാനുള്ള
അനന്ത സ്നേഹത്തിൻ്റെ അഗ്നി അവിടുത്തെ ഹൃദയത്തിൽ അണയാതെ ജ്വലിച്ചുകൊണ്ടേയിരുന്നു. കുരിശുമായുള്ള തൻ്റെ യാത്രക്കിടയിൽ യേശുവിൻ്റെ മിഴികൾ ആൾക്കൂട്ടത്തിനിടയിൽ തൻ്റെ അമ്മയുടെ ആ പ്രിയമുഖം തിരിച്ചറിഞ്ഞു. മകൻ്റെ വേദന കണ്ട് ഹൃദയം പിളർന്ന മാതാവ് തൻ്റെ പുത്രൻ്റെ അടുക്കിലേക്ക് ഓടിയെത്തി. അവർ പരസ്പരം നോക്കി. ആ നോട്ടം വേദനയുടെയും നിത്യമായ സ്നേഹത്തിൻ്റെയും ഒരു മഹാസമുദ്രമായി ആ വീതിയിൽ പെയ്തിറങ്ങി. വേദനയാൽ തളർന്ന യേശുവിൻ്റെ മുഖം തുടയ്ക്കാൻ ലോകത്തിൻ്റെ പരിഹാസങ്ങളെ അവഗണിച്ച് വേറോനിക്ക മുന്നോട്ട് വന്നു. സ്നേഹത്തിൻ്റെ ആ സ്പർശനം മരണവഴിയിലെ ആശ്വാസമായി മാറി. തൻ്റെ ദുരിതങ്ങൾക്കിടയിലും മറ്റുള്ളവരുടെ കണ്ണുനീർ യേശുവിനെ വേദനിപ്പിച്ചു. തന്നെ പ്രതിഫലിപ്പിക്കുന്ന സ്ത്രീകൾക്ക് നേരെ തിരിഞ്ഞ് വരാനിരിക്കുന്ന കഠിനമായ കാലത്തെക്കുറിച്ച് അവൻ അവർക്ക് താക്കീത് നൽകി. സ്വയം മറന്ന് ലോകത്തിനു വേണ്ടി നൊമ്പരപ്പെട്ടവന്റെ വാക്കുകൾ അവിടെ മുഴങ്ങി. ജെറുസലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. പകരം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. എന്തെന്നാൽ പച്ചമരത്തോടിങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഉണങ്ങിയ മരത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കാൽവരി കുന്നിൻ മുകളിൽ എത്തിച്ചേർന്ന യേശുവിനെ പടയാളികൾ അതിക്രൂരമായി ആക്രമിക്കുന്നു. ഈശോയെ കുരിശിൽ കിടത്തി അവർ കൈകളിലും കാലുകളിലും ആണി തറയ്ക്കുന്നു. മണിക്കൂർ നീണ്ട തീവ്രമായ വേദനയ്ക്കും സഹനത്തിനും ശേഷം അവിടുന്ന് പിതാവിനെ നോക്കി അവസാനമായി ഇങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ആ വാക്കുകളോടെ അവിടുന്ന് തൻ്റെ ആത്മാവിനെ പിതാവിനെ സമർപ്പിച്ച് പ്രാണൻ വെടിഞ്ഞു. വൈകുന്നേരമായപ്പോൾ യേശുവിൻ്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കി കല്ലറയിൽ സംസ്കരിച്ചു. ലോകം അന്ധകാരത്തിലും നിരാശയിലും മുഴുകിയ 2 രാത്രികൾ കടന്നുപോയി.
മരണം അവസാനമല്ലെന്ന് അവൻ തെളിയിച്ചു. മൂന്നാം നാൾ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു.